റഷ്യ ഉക്രൈൻ ഐക്യരാഷ്ട്രസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നു. ഓഷ്യാനിക് മിസൈൽ റഷ്യ ഉക്രൈനിൽ ഉപയോഗിച്ചതിന് ശേഷം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്ന് അവസാനിച്ചു. ഈ ഒരു മീറ്റിംഗിന് ശേഷം റഷ്യക്കെതിരെ വലിയൊരു എതിർപ്പ് ഉയർന്നു. നിങ്ങളിങ്ങനെ ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽസ് ഒക്കെ ഉക്രൈനിൽ ഉപയോഗിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഇത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ അത് ലോക സമാധാനത്തിന് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തും. ഇങ്ങനെ നേരിട്ട് അവരുടെ അപലപനം അറിയിച്ചു. കൂടാതെ റഷ്യക്കെതിരെയുള്ള പല തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സും പുറത്തു വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഉക്രൈൻ എനർഗോ, ഉക്രൈൻ്റെ ഒരു എനർജി കമ്പനിയാണ്, ഗവൺമെന്റുമായി ടൈപ്പ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി. അവരുടെ ഒരു തെർമൽ പവർ പ്ലാന്റ് കാർഖീവിൽ വെച്ച് റഷ്യ നശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 4 പേർ മരിച്ചിട്ടുമുണ്ട്. കൂടെ ബോണസായ മറ്റൊരു കാര്യം, ഉക്രൈൻ്റെ ഒരു F-16 വിമാനത്തെ റഷ്യയുടെ S-300 വെറും 2 മിസൈൽസ് ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയതായി ആ യൂണിറ്റിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഉക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ നിന്നും ഈ ഒരു വീഡിയോ ആരംഭിക്കാം. അവസാനം ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഉക്രൈൻ്റെ കാർഖീവ് കൂടാതെ കീവിൽ റഷ്യ ഇന്ന് വലിയൊരു ആക്രമണം നടത്തി. സത്യത്തിൽ ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്, 200 ഡ്രോൺ അയക്കുന്നു, 300 ഡ്രോൺ അയക്കുന്നു എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പറയുന്ന ഒരു തരത്തിൽ, അതായത് ഇങ്ങനെ ആക്രമിച്ചു, ഇനി അത്ര മാത്രമേ ഉള്ളൂ, ഉക്രൈന്റെ കഥ അവസാനിച്ചു എന്ന് പറയുന്ന തലത്തിലേക്ക് ഏതൊരു അഡ്വാൻസ്മെന്റും റീസെന്റ് സംഭവിച്ചിട്ടില്ല. ഇതിനു മുൻപ് 2025 സെപ്റ്റംബർ മാസത്തിന് മുൻപൊക്കെ റഷ്യ ഇത്രത്തോളം കൂടുതൽ നമ്പർ ഓഫ് ഡ്രോൺസ് ഉപയോഗിച്ചാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് ഉക്രൈൻ വളരെ ശാന്തമായിരിക്കും. പക്ഷെ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ റഷ്യ ആക്രമിച്ചാൽ അടുത്ത 2 ദിവസത്തിൽ തന്നെ ഉക്രൈൻ തിരിച്ചാക്രമിക്കും. റഷ്യ ചെയ്യുന്ന ഈ ഒരു സ്ട്രൈക്കൊക്കെ ഓൺ ഫീൽഡ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈൻ തിരിച്ചാക്രമിക്കുന്ന വീര്യത്തെ അതൊരല്പം പോലും കുറച്ചിട്ടില്ല. അത് റഷ്യയ്ക്ക് ഒരു പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. എങ്കിൽ പോലും റഷ്യ ഇത്തവണ പ്രത്യേക ഒരു സ്ഥലത്ത് ആക്രമിച്ചിട്ടുണ്ട്. അത് കാർഖീവിലുള്ള ഉക്രൈൻ എനർഗോയുടെ, ഉക്രൈൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്ടറായിട്ടുള്ള ഉക്രൈൻ എനർഗോയുടെ ഒരു തെർമൽ പവർ പ്ലാന്റ് ആണ്. ഇതിനെ കാർഖീവ് പവർ പ്ലാന്റ് എന്നും പറയും. ഇതിനെ റഷ്യ ചാരമാക്കിയതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതാ കമ്പനിയിലുള്ള അധികാരികൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ശരി, ഇങ്ങനൊരു തെർമൽ പവർ പ്ലാന്റിനെ നശിപ്പിച്ചത് വലിയൊരു ഇമ്പാക്റ്റ് നൽകുമോ, ഇത് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചാൽ, കാർഖീവ് പ്രവിശ്യയിൽ ഒരു 90% പ്രദേശം വരെയും ഇപ്പോൾ എമർജൻസി ബ്ലാക്കൗട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ തെർമൽ പവർ പ്ലാന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ഒക്കെ ഈ പ്രദേശങ്ങളിലേക്ക് റീകണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. ഇത് അവിടെയുള്ള ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാൻ പോവുകയാണ് എന്ന വാർത്തയും ആ കമ്പനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തെർമൽ പവർ പ്ലാന്റിൽ ആക്രമിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ തന്നെയല്ലേ ബാധിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പിന്നെ റഷ്യക്ക് ഇത് കാരണം സൈനികം സംബന്ധിക്കുന്ന വിജയം എന്തെങ്കിലും ലഭിക്കുമോ, അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധമായിട്ടാണോ റഷ്യ ഇത് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കാർഖീവിലുള്ള തെർമൽ പവർ പ്ലാന്റ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണോ അത്രത്തോളം തന്നെ കാർഖീവിലുള്ള മറ്റ് ഇൻഡസ്ട്രി സോൺസിനും അത് ഉപയോഗപ്രദമാണ്. കാരണം ഉക്രൈൻ ഇപ്പോൾ മേജറായിട്ട് കൽക്കരി തുരങ്കങ്ങളൊന്നും തന്നെ ഇല്ല. ഡോൺബോസോടുകൂടി തന്നെ അതിൻ്റെ കഥ അവസാനിച്ചു. അപ്പോൾ ഈ തെർമൽ പവർ പ്ലാന്റിന് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും റെയിൽവേ ട്രാക്സ് വഴി ഒരു റൂട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് ഒഡീസ പോർട്ടിൽ നിന്നും തുറമുഖത്തിലേക്ക് വരികയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റൂട്ട് വരികയും ചെയ്യുന്നു. ഈ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസും റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇവരുടെ പക്കലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് അവിടെയുള്ള ഡിഫൻസ് കോംപ്ലക്സിന് ആവശ്യമായ ഡിസ്ട്രിബ്യൂഷൻ ഇവർ നൽകുന്നുണ്ട്. കാർഖീവിൽ മാത്രം 11-ലധികം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇത് റഷ്യ എങ്ങനെ ആക്രമിച്ചാലും ഡ്രോൺ മാനുഫാക്ചർ ചെയ്യുന്നതിന് വീണ്ടും അവർക്ക് സൈറ്റുകളുണ്ട്. അതായത് അവിടെ ആക്രമണങ്ങൾ നടന്നാൽ പോലും അതിൻ്റെ റിപ്പയർ വർക്ക്സ് ഒക്കെ ചെയ്ത് ഉക്രൈൻ വീണ്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ സ്ട്രൈക്ക് നടത്തുന്നതാണല്ലോ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂസ് തന്നെ കട്ട് ചെയ്താൽ ഇതിനുശേഷം നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? ഇങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് റഷ്യ തെർമൽ പ്ലാന്റിനെ അടിച്ചു. ഇങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഇത് കാരണം ബാധിക്കപ്പെടാൻ പോകുന്നത് 11 ഇൻഡസ്ട്രീസ് ആണ്. മാക്സിമം പോയി ഒരു 4-5 കൂടുതൽ ആഡ് ചെയ്തേക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഒരു തെർമൽ പവർ പ്ലാന്റ് ഇല്ലാതെ അവിടെ മഞ്ഞ് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ 2 രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ ജനങ്ങൾ എത്രത്തോളം അവിടെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റഷ്യ ചെയ്യുന്നത് തെറ്റാണോ? ഇത്രത്തോളം മോശമായി ആക്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ പുടിൻ വളരെ മോശമായ ഒരു വ്യക്തി അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ, ഇതിനെ ട്രിഗർ ചെയ്തത് ഉക്രൈനാണ്. അതിവിടെ പറഞ്ഞേ മതിയാകൂ. കാരണം ഇന്നലെ കാസ്പിയൻ കടൽ പ്രദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ റിഗിനെ അടിച്ചു. ഈ ഓയിൽ റിഗ് ഇതിനകം തന്നെ 3 തവണ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ അവിടെ വലിയൊരു ഫയർ അല്ലെങ്കിൽ അൺഓപ്പറേഷണൽ സ്റ്റേറ്റസിലേക്ക് ഇത് പോയിട്ടില്ല. പക്ഷേ ഉക്രൈൻ ഇന്നലെ നടത്തിയ ആക്രമണം കാരണം അൺഓപ്പറേഷണൽ സ്റ്റേറ്റസിലേക്ക് ആ ഒരു ഓയിൽ റിഗ് പോയിട്ടുണ്ട്.
അതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് റഷ്യ ഇവിടെ ഇത് ചെയ്തത്. എന്നാൽ ആ ഒരു ആക്രമണം അവിടെ ജനങ്ങളെ ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് റഷ്യ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഉക്രൈൻ ചെയ്യുന്നതും അവിടെ തെറ്റ് തന്നെയാണ്. അടുത്ത് F-16 കുറിച്ചുള്ള വാർത്ത. റഷ്യൻ ന്യൂസിൽ നിന്നും ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നു. S-300 കമാൻഡ് യൂണിറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പായിരുന്നു അത്. അതിലവർ പറഞ്ഞിരിക്കുന്നത് റീസെൻ്റായി, അവർ അത് ഡേറ്റ് മെൻഷൻ ചെയ്യാതെ പറഞ്ഞിട്ടുണ്ട്, റീസെൻ്റായി ഉക്രൈൻ്റെ ഒരു F-16 ഞങ്ങൾ ഡൗൺ ചെയ്തു. ഇതുവരെയും മൊത്തം 3 F-16 വിമാനങ്ങളുടെ ഞങ്ങളുടെ ഈ യൂണിറ്റിലുള്ള S-300 ഡിഫൻസ് സിസ്റ്റം വഴി വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ വീഴ്ത്തിയ F-16 യുദ്ധവിമാനം എന്നത് 2 മിസൈലുകൾ കൊണ്ടാണ് ഞങ്ങൾ വീഴ്ത്തിയത്. ഇതിൻ്റെ ലൊക്കേഷനും അവർ കൃത്യമായി പറഞ്ഞിട്ടില്ല. കീവ്, സൂമി, കാർഖീവ്. ഇതിനെ റഷ്യയുടെ നോർത്ത് വെസ്റ്റ് ബെൽറ്റ് എന്ന് പറയും. ഈ പ്രദേശത്ത് വെച്ച് കീൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കൃത്യം ലൊക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ ഇതെങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ, ഫ്രണ്ട് ലൈനോട് ചേർന്ന് ആക്രമണം നടത്താനായി വന്നപ്പോൾ റഷ്യയുടെ പൊസിഷൻസിൽ മിസൈൽ ഫയർ ചെയ്യാൻ ഒരു F-16 വിമാനം വന്നപ്പോൾ അതിനെ റഷ്യയുടെ AWACS വിമാനങ്ങൾ പിക്ക് ചെയ്യുന്നു. ഇങ്ങനെ പിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു കോർഡിനേറ്റ്സ് അവിടെയുള്ള S-300 ഷെയർ ചെയ്യുന്നു. ഈ S-300 അതിനുശേഷം അതിന് ടാർഗറ്റിംഗ് റഡാറിൽ ഈ ഒരു വിമാനത്തെ ലോക്ക് ചെയ്തിട്ട് രണ്ട് മിസൈൽസ് അയക്കുന്നു. ഇങ്ങനെ അയച്ച ഈ മിസൈലിൽ ആദ്യത്തെ മിസൈൽ ആ വിമാനത്തെ ഡാമേജ് ചെയ്യുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ മിസൈൽ പോകുന്നു. അടുത്ത ചില സെക്കൻഡിൽ തന്നെ ഫയർ ചെയ്ത രണ്ടാമത്തെ മിസൈൽ നേരിട്ട് ആ വിമാനത്തിൽ തട്ടി പൊട്ടിത്തെറിക്കുന്നു. ഇതിൽ സർവൈവേഴ്സ് ആരും തന്നെ ഇല്ല എന്നും സ്ഥിരീകരിച്ചു. അതായത് അതിലുള്ള പൈലറ്റ്സ് റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വിമാനത്തെ സ്റ്റേബിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അടുത്ത ആ രണ്ടാമത്തെ മിസൈൽ വിമാനത്തിൽ വന്ന് തട്ടുകയും വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്ന് കൺഫേം ചെയ്തു. ഇതൊരല്പം പരിഹാസത്തോടു കൂടി തന്നെ അവർ പറയുന്നുണ്ട്. നിങ്ങൾ വളരെ വലുതായി സംസാരിച്ച വിമാനങ്ങളെ തന്നെ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വീഴ്ത്തി. F-16 റഷ്യയുടെ S-300 മുൻപിൽ ഒന്നും അല്ല എന്നൊക്കെ. ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, പ്യോർ ആൻഡ് പ്യോർ സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. കാരണം F-16 ഉക്രൈന് എത്രത്തോളം വിശ്വാസം നൽകിയെന്ന് നമുക്കറിയാം. അതേ വിമാനം ആദ്യമായി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് അത്രത്തോളം ഒരു വേദനയുണ്ടായിരുന്നു. അത് പക്ഷേ അവർ പൈലറ്റിന്റെ എററാണെന്ന് പറഞ്ഞു. പക്ഷേ പൈലറ്റ് എറർ എന്ന് പറഞ്ഞത് ഇപ്പോഴും ഒരുപാട് എക്സ്പേർട്സിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവിടെ പൈലറ്റ് എറർ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. റഷ്യയുടെ ഒരു മിസൈൽ സ്ട്രൈക്ക് നടക്കുമ്പോൾ ആ വിമാനം വീണിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പൈലറ്റ് എററായി മാറും? പൈലറ്റ് എറർ അല്ല, ഇത് റഷ്യ വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്ന് ഒരുപാട് അനലിസ്റ്റ് അവരുടെ അഭിപ്രായങ്ങളും തിയറീസും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വിമാനവും അവിടെ വീഴ്ത്തപ്പെടും. അത് ഉക്രൈൻ്റെ മോറൽ സ്ട്രെങ്തിനെ കുറയ്ക്കുകയാണ്. F-16 ക്യാപ്പബിൾ വിമാനമാണ്, ഇല്ലെന്ന് പറയാനേ കഴിയില്ല. എന്നാൽ ഇവർ നൽകിയിട്ടുള്ള ഈ പഴയ വിമാനങ്ങൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ വിശ്വസിച്ച കാറ്റഗറിയിലുള്ള ഈ വിമാനങ്ങൾ വീഴ്ത്തപ്പെടുമ്പോൾ അത് ഉക്രൈൻ്റെ മോറൽ സ്ട്രെങ്തിനെ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ S-300 യൂണിറ്റിൻ്റെ ക്ലെയിം ശരിയാണെങ്കിൽ ടോട്ടൽ വിമാനങ്ങൾ, റഷ്യയുടെ കണക്കനുസരിച്ച് ടോട്ടൽ വിമാനങ്ങൾ ഒരു 5 എണ്ണം അവർ വീഴ്ത്തിയിട്ടുണ്ട്. ഉക്രൈൻ ഭാഗത്തു നിന്നും ഇപ്പോഴും 2 ലോസ് മാത്രമാണ് അവർ പറയുന്നത്, അവർ സമ്മതിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സംഭവിച്ചതിനും അവർ ഇതുവരെയും വാ തുറന്നിട്ടില്ല. ഇതിനു മുൻപുണ്ടായ നഷ്ടങ്ങൾക്കും അവർ 1 മാസം കഴിഞ്ഞാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഇനി ഈ F-16 വീഴ്ത്തിയത് ശരിയാണെങ്കിൽ അടുത്തൊരു മാസം, ഫെബ്രുവരി മാസമൊക്കെ കൺഫേം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവസാനമായി ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് സംസാരിക്കാം. ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ സംഘടന എന്നാണ് പുറത്ത് കാണിക്കപ്പെടുന്നത്. എന്നാൽ അതിൽ എനിക്ക് അത്ര വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഓർഷനിക് മിസൈൽ റഷ്യ ഫയർ ചെയ്തു. സ്ട്രാറ്റജിക്കലി ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരി തന്നെയാണ്. ഉക്രൈനിൽ റഷ്യ ഫയർ ചെയ്തത് വെസ്റ്റിനൊരു മുന്നറിയിപ്പാണ്. എന്നാൽ മോറലി ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇത് എസ്കലേഷൻസ് വർദ്ധിപ്പിക്കും. റഷ്യയിലുള്ള ഒരു റെസോഫോബിയ, ആ ഒരു ഭയം യൂറോപ്യൻ യൂണിയനിൽ വീണ്ടും വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു കോയിനിൽ 2 സൈഡ് ഉള്ളതുപോലെ ഇവിടെയും 2 സൈഡ് നോക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്കൊരല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിന് ഇത്ര വലിയൊരു അപലപനമാണ് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചത്. പുടിൻ ചെയ്യുന്നത് ശരിയല്ല. യൂറോപ്യൻ യൂണിയനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പുടിൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെയാണ് വാർത്തകൾ പുറത്തുവിട്ടത്. ഒരു മിസൈൽ ലോഞ്ച് ചെയ്തതിന് തന്നെ ഇത്രത്തോളം ഐക്യരാഷ്ട്രസഭ സംസാരിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിലേക്ക് കടന്ന് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അമേരിക്ക, അവർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല? ഇതിലൂടെ അമേരിക്ക ചെയ്യുന്നത് ശരിയാണ്, റഷ്യ ചെയ്യുന്നത് ശരിയാണ്, ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നില്ല. ഇദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതും തെറ്റ് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരേയൊരു സ്റ്റേറ്റ്മെന്റ് പോലും ഐക്യരാഷ്ട്രസഭയ്ക്ക് അമേരിക്കയ്ക്ക് നേരെ പറയാൻ സാധിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സംഘടനയെ വിശ്വസിക്കുക? ഇപ്പോൾ റഷ്യയുടെ പ്രശ്നത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അവർക്ക് അനുസരിച്ചതുപോലെ, അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും.
അതേസമയം മറ്റു രാജ്യങ്ങളിലെ നേതാക്കന്മാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഒപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഐക്യരാഷ്ട്രസഭ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്നത് ഒരു പൊതു സംഘടനയായി എങ്ങനെയാണ് മാറുക? ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യണം, എങ്കിലല്ലേ അതൊരു പൊതു സംഘടനയായി മാറുകയുള്ളൂ. അമേരിക്ക ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അമേരിക്കയ്ക്കെതിരെയുള്ള രാജ്യങ്ങളെ, മറ്റു രാജ്യങ്ങളെ മാത്രം എപ്പോഴും നിങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അതെങ്ങനെയാണ് ഒരു പൊതു സംഘടനയായി മാറുക എന്ന് മനസ്സിലാകുന്നേയില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷിന്റെ കാര്യത്തിൽ നോക്കാം. ഉടൻ തന്നെ നടുവിൽ വന്നൊരു മതിൽ കെട്ടുന്നത് ഈ ഐക്യരാഷ്ട്ര സംഘടനയായിരിക്കും. പക്ഷെ അമേരിക്ക എന്തെങ്കിലും ചെയ്താലോ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന രീതിയിലായിരിക്കും അവർ അഭിനയിക്കുക. എന്തുകൊണ്ട് ഇതെല്ലാം പറയുന്നുവെന്ന് ചോദിച്ചാൽ, ഒരേ ഒരു കൺട്രി ഗ്ലോബൽ ഡോമിനൻസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം പാർഷ്വാലിറ്റി അവിടെ കൊണ്ടുവരും. അമേരിക്ക ഡോമിനൻസ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആരും തന്നെ അവരെ ചോദ്യം ചോദിക്കുന്നില്ല. ആരും അവരെ ചോദ്യം ചോദിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ അത് എത്രത്തോളം മറ്റ് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് ഒരേ ഒരു ചോദ്യം. ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ അമേരിക്ക ചെയ്യുന്നത് ഒരു രീതിയിൽ കാണുന്നു, മറ്റു രാജ്യങ്ങളെ മറ്റൊരു രീതിയിൽ കാണുകയാണ്. ഇത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.